ഹായ്, ഉനൈസാണ്. ടോസ്കാന മാർബിൾസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഫസലുണ്ട്. നമ്മുടെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിരുന്ന സൂപ്പർവൈസർമാരിൽ ഒരാളാണ്. ഫസലിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കുന്നംകുളം ഭാഗത്ത് കേച്ചേരി എന്നുള്ളൊരു ഭാഗത്താണ് അല്ലേ? കേച്ചേരി എന്നുള്ള ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. അവിടെ ഒരു വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നോക്കിയിരുന്നത് ഫസലായിരുന്നു. വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. നേരിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കുന്നംകുളം കേച്ചേരി ഭാഗത്തുള്ള ഒരു വീടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൺസ്ട്രക്ഷനിലെ മികവ് കൊണ്ടും അതുപോലെ തന്നെ ഡിസൈൻ സ്ട്രക്ചർ കൊണ്ടും വളരെ ഭംഗിയുള്ളതും ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്കതിൻ്റെ മാക്സിമം ബ്യൂട്ടി പുറത്ത് കാണുന്നതുമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വീടിനകത്ത് ചെയ്തിട്ടുള്ളത്. മൊത്തം വൈറ്റ് ബേസ്ഡ് കൺസ്ട്രക്ടറാണ് ഇതിൻ്റെ പുറത്തുള്ള ചുമരും കാര്യങ്ങളും അകത്തുമുള്ള ഡിസൈൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഏകദേശം 1600 സ്ക്വയർ ഫീറ്റോളം മാർബിൾ ഫ്ലോർ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റായി വരുന്ന ഭാഗം ഇതിൻ്റെ സിറ്റ് ഔട്ട് തന്നെയാണ്. വളരെ നീളമുള്ളതും അതുപോലെ തന്നെ ആംഗിളിൽ വരുന്ന രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് വന്നിട്ടുള്ളത്. വീടിൻ്റെ മൊത്തം ഭംഗി തന്നെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഈ സ്ട്രക്ചർ ഭംഗി കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 പില്ലറാണ് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ചാരുപടിയും അതുപോലെ തന്നെ ചാരുപടിക്ക് താഴെ ഷൂറാക്കായിട്ടുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. മുകൾ ഭാഗങ്ങളിൽ ഈ ഇരുമ്പ് കൊണ്ടുള്ള സ്ട്രക്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ വീടിനകത്ത് ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് റോയൽ ബ്രൗൺ കാറ്റഗറി വരുന്ന ഗ്രീൻ ഷെയ്ഡിനകത്ത് വരുന്ന റോയൽ ബ്രൗൺ മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. കാണാൻ വളരെ ഭംഗിയുള്ളതും ഇതേപോലെ ഡയമണ്ട് പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് റൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ മെയിനായിട്ടുള്ള ഒരു എൻട്രൻസ് ഡോറാണ് വരുന്നത്. സ്റ്റെപ്പിനോട് നേരെ സെയിം ഡയറക്റ്റിൽ വരുന്ന ഒരു സെക്ഷനാണത്. കയറി വരുന്ന ഡൈനിങ് ഏരിയയെ അവർ 2 സെക്ഷനാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. വെർട്ടിക്കലായിട്ടുള്ളൊരു ഭാഗവും അത്യാവശ്യം സ്പേസ് ഭാഗവും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് വേറൊരു പൊസിഷനും അവർ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ലിവിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചൊരു പൊസിഷനാണ്. അവിടെ ഒരു TV-ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഷോ വാളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലോറിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള റോയൽ ബ്രൗൺ കാറ്റഗറിപ്പെട്ട കല്ല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്ന് അതിനകത്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഇൻറ്റീരിയർ മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണുന്ന നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള കോണിയുടെ സ്റ്റെയറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് സെയിം ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. അതിൻ്റെ ടോപ്പിലും റൈസിലെല്ലാം സെയിം ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജെല്ലാം ഡബിൾ ചെയ്തിട്ടുണ്ട്. മാർബിളിൻ്റെ 2 സ്ലാബ്സ് വെച്ചിട്ട് ഡബിൾ ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും. വളരെ ഭംഗിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ മൊത്തം ഇൻറ്റീരിയറും അതുപോലെ തന്നെ മൊത്തം കൂടെ കാണുന്ന സമയത്ത് വളരെ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്നും പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത രീതിയിലാണ് ഈ ഒരു സ്റ്റെയറും അതുപോലെ തന്നെ ഓരോ റൂമിലേക്കുള്ള എൻട്രൻസും ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു വീടിൻ്റെ എടുത്തു പറയാവുന്ന ഒരു കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു മികവാണ്. ഡൈനിങ് ഹാൾ കാണുന്ന മൊത്തം മാർബിളിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നുള്ള 2 ബെഡ്റൂമിലേക്കുള്ള ഒരു പാസേജാണ് ഈ കാണുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് മാറിയിട്ട് ഒരു പാസേജ് വഴിയാണ് ഈ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ആ ഒരു പാസേജിൽ തന്നെ അവരതിനതിൽ അലമാര പോലുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓരോ ബെഡ്റൂമിൻ്റെയും പ്രത്യേക അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിനകത്തും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എല്ലാ റൂമിനകത്തും എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ഫ്ലോറിനകത്തുള്ള 3 ബെഡ്റൂമിനകത്തും അതുപോലെ തന്നെ അപ്സ്റ്റെയറിനകത്തുള്ള ഒരു ബെഡ്റൂമിനകത്തും അവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് സൗകര്യങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് ബാക്കിയുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം മെറ്റീരിയൽ മാർബിൾ തന്നെയാണ് നമ്മൾ മൊത്തം ഫ്ലോറിങ്ങിനകത്ത്, ഗ്രൗണ്ട് ഫ്ലോറിനകത്തുള്ള മൊത്തം മാർബിളിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിനകത്തുള്ള 3ാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്ന രീതിയിൽ ഫേസ് ചെയ്തിരുന്ന രീതിയിലുള്ളൊരു ബെഡ്റൂമാണ്. ഏറ്റവും മുൻഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂമാണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ സ്പേസിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ എല്ലാം പറഞ്ഞ പോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ ഒരു ഇതിനകത്തും അവൈലബിൾ ആക്കിയിട്ടുള്ളത്.
ഈ വീടിൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായ കിച്ചൺ ഏരിയയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു കിച്ചണാണ്. 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ള സെക്ഷനായിട്ടാണ് ഈ കിച്ചണിൽ കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു വുഡൻ ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചുമലിൽ വരുന്ന ടൈൽസും കാര്യങ്ങളെല്ലാം ഏകദേശം ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന അതിന് മാച്ചായി വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 സെക്ഷനായിട്ടാണ് അവർ ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഒരു അടുപ്പും അതുപോലെ തന്നെ വാഷിംഗ് ഏരിയ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്തും, അതുപോലെ തന്നെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് മറ്റ് സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് മറ്റൊരു ഏരിയയുമാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടി സെപ്പറേറ്റ് സെക്ഷനും കൂടെ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിനടുത്ത് അപ്സ്റ്റെയറിനകത്ത് വരുന്ന ഒരു ബെഡ്റൂമാണിത്. അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡ് ടൈൽസാണ് ചെയ്തിട്ടുള്ളത്. 4x2 ടൈൽസാണ്. താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിനകത്തുള്ള അതേ ഡിസൈന് സെയിം മാച്ച് ആയിട്ടുള്ള 90% മാച്ച് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ഈ ഒരു അപ്സ്റ്റെയറിനകത്തുള്ള ബെഡ്റൂമിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം സൗകര്യം കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷം കൊണ്ട് ജസ്റ്റ് നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹോം ടൂറിനകത്ത് അവരുടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊരു വീട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും മാക്സിമം സ്പേഷ്യസോട് കൂടി അവർ സൗകര്യപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടാണ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും പ്രൈവസി സ്വന്തമായിട്ട് നൽകുന്ന രീതിയിലുള്ളൊരു വീട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആയിരിക്കും മാർബിൾ പോലത്തെ ആവശ്യമുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിനൊക്കെ വിളിച്ച് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം.